അതുകൊണ്ട് സഹോദര, അത് റസൂലുള്ളാഹിക്കെതിൽ സിന്ദാബാദ് വിളിക്കും. ഇതെന്താ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ മുത്തുനബി ഇങ്ങനെ പറഞ്ഞു? മുത്തുനബി, നിങ്ങൾക്ക് മതമാണ്, നിങ്ങൾ ഏത് സോഴ്സാണ് കണ്ടെത്തിയത്? നിങ്ങളെ സോഴ്സ് യുക്തിവാദമാണോ? ഇതാണ് മഹദിയോട് പറഞ്ഞത്. എൻ്റെ 1,00,000 റക്അത്തിന്റെ കൂലി നിങ്ങൾ 1,00,000 എണ്ണമൊക്കെ വിശദീകരിക്കുന്നുണ്ട്, അത് മുത്തുനബിക്ക് അറിയില്ലേ? മുത്തുനബി പറഞ്ഞൂടെ, എന്നാ വാ മോളെ, ഞാൻ ഇമാമാണ്, സ്വഹാബാക്കൾ മഅ്മൂമീങ്ങളാണ്, 1,00,000 റക്അത്തിന്റെ കൂലിയുണ്ട്, വാ വന്ന് നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്. വീടിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കണം. ഇത് കേട്ടപ്പോ വഹാബിച്ചിയല്ല പെണ്ണ് കടുത്ത സുന്നിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വഹാബി മതം എന്ന് പറഞ്ഞാൽ തന്നെ യുക്തി കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മതയുക്തിവാദികൾ എന്ന് വേണമെങ്കിൽ അവർക്ക് നമുക്ക് പേരിടാം. ഈ അടുത്തു വച്ച് ഒരു സാധുവായ മുജാഹിദ് മതത്തിൽ പെട്ടുപോയ ഒരു സഹോദരൻ അയാളുടെ ലൈവ് കാണാനിടയായി. സുന്നി സമൂഹം ആൾക്കാരെ ഹജ്ജിനും ഉംറക്കും വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ജമാഅത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സാധുവായ മൗലവി സുന്നികളെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ശരിക്കാ സഹോദരൻ സംസാരിച്ചത് സുന്നികൾക്കെതിരിൽ അല്ല. ആ സഹോദരൻ അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിലാണ്. ആ സഹോദരൻ അതിൽ പറയുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത് യഥാർത്ഥ സോഴ്സിൽ നിന്ന് പഠിക്കണം എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം കണ്ടെത്തിയ സോഴ്സ് യുക്തിയാണ്. ഇത്ര ലക്ഷം മുടക്കി ഫ്ലൈറ്റ് കയറി, കപ്പലിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കണം, അത് യുക്തിയാണ്. നേരെ മറിച്ച് സോഴ്സ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വെച്ചിട്ടായിരിക്കണം. ഇവിടെ രസകരമായൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ സാധുവായ മനുഷ്യൻ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഒരു ഹദീസിൻ്റെ ശകലം വായിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം മൂടിവെച്ചു, ബാക്കി ഭാഗം മൂടിവെച്ചു. കാരണം ആ ബാക്കി ഭാഗം വായിച്ച് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരൻ്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പോകും. ആദ്യം ആ സഹോദരൻ്റെ വാക്കിൻ്റെ ഒരംശം നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ആളുകൾ ഇവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, സ്വപ്നങ്ങൾ കുന്നുകൂട്ടി അള്ളാഹുവിനോട് നിറകണ്ണൊലിച്ചാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ഇതിന് ഭദ്രതയില്ലാത്ത ആളുകളൊക്കെയും വലിയ പ്രയാസത്തിലാണ്. പക്ഷെ എല്ലാത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ട് ഇവിടെ എത്തിയിട്ട് അത്രയും വലിയ പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുമ്പോൾ എന്തൊരു സങ്കടം എന്നറിയോ, വിഷമം, ദുഃഖമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച വാചകം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുതെന്ന് വിശുദ്ധ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. വിഷമമാണ്, ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക പോലും ചെയ്യാത്തവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും എന്താണോ പഠിപ്പിക്കുന്നത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സുന്നത്ത് ജമാഅത്ത് അഥവാ സുന്നികൾ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ കഅബാലയം പള്ളിയിൽ അഥവാ മസ്ജിദുൽ ഹറാം അവിടെ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ പുണ്യം പ്രഖ്യാപിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് സോഴ്സ്. 1,00,000 റക്അത്തിൻ്റെ പുണ്യം ഒരു റക്അത്തിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പഠിപ്പിച്ചത്? ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ കുറിച്ച് എന്തു പറഞ്ഞു? അതാണ് മൗലവി നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ അവിടെ വന്നപ്പോഴത്തേക്ക് സങ്കടമായി, ദുഃഖമായി, 1,00,000 ചെലവായി, അത് യുക്തിവാദമാണ്. അങ്ങനെയാണ് ജാമിദ ടീച്ചർ വരുന്നത്.
അങ്ങനെയാണ് നാസർ മാവൂരാൻ വരുന്നത്. അത് യുക്തിവാദമാണ്. ആ യുക്തിവാദത്തിലേക്ക് പോയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും യുക്തിവാദികളായത്. ഇതാണ് ഞങ്ങളെ സോഴ്സ്. മുസ്ലിമീങ്ങളുടെ നിങ്ങൾ ശരിക്കും മുത്തുനബിയോട് ഓവർടേക്ക് ചെയ്തിട്ടല്ലേ സംസാരിക്കുന്നത്? സുനനു അബൂദാവൂദിന്റെ ഹദീസ്, നിങ്ങൾ എന്തിനാ ഈ ഹദീസ് മൂടി വെച്ചത്? സ്ക്രീനിൽ കാണാം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, ഒരു റിവായത്ത്, ഒരു റിപ്പോർട്ട് അങ്ങനെ. വേറെ ഒരു റിപ്പോർട്ട് ലാ തംനഉ നിസാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഈ രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു 566, 567 ആ നമ്പറുകളിൽ പഠിപ്പിക്കുന്നു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ, നിങ്ങളുടെ ഭാര്യമാരെ അഥവാ അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീകളെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത്. എന്നിട്ട് പറയുന്നു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അതിൻ്റെ അർത്ഥം ഒന്ന് വെച്ച് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരിയാത്ത ഒരു ഇസ്ലാമാണ് മുജാഹിദിൻ്റെ ഇസ്ലാം. മുത്തുനബി വേറെ ഇസ്ലാം പറയുന്നു, മുജാഹിദിൻ്റെ ഇസ്ലാം അത് മുജാഹിദിനെല്ലാം വേറെയാണല്ലോ. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ചന്തയുണ്ട്, അതൊക്കെ ഉള്ളതാണ് മുജാഹിദിൻ്റെ അള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതുകൊണ്ട് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സഹോദര, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെയല്ലേ ചോദ്യം ചെയ്തത്? അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കണ്ടേ, നബിയെ 1,00,000 മുടക്കിയിട്ട് വരുന്ന ആ സ്ത്രീകൾക്ക് എന്താ നിങ്ങൾ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞത്? വബുയൂതുഹുന്ന, സ്ത്രീകൾക്കുള്ള ഭവനങ്ങൾ ഖൈറുൽ ലഹുന്ന, അത് തന്നെയാണ് അവർക്ക് ഉത്തമം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നിങ്ങൾ ഈ ലൈവിട്ട മൗലവി ആരാന്നുപോലും എനിക്കറിയില്ല, വിവരക്കേട് കണ്ടപ്പോൾ ഇടപെട്ടു പോയതാ. നിങ്ങൾ രണ്ട് ഗുരുതരമായ തെറ്റാ ചെയ്തത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ ഒരു ഭാഗം മൂടി വെച്ചു. നിങ്ങൾ തൗബ ചെയ്യണം. മറ്റൊന്ന്, നിങ്ങൾ പറയുന്ന ഇസ്ലാം മുത്തുനബിക്ക് പരിചയമില്ലാത്ത ഇസ്ലാം. നിങ്ങൾ സോഴ്സ് ഏതാന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം അല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമാണോ? വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചാൽ സമയം ദൈർഘ്യമായി പോകും, വീഡിയോ ദൈർഘ്യമായി പോകും. ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഹസനാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി തങ്ങൾ ഫത്തുഹുൽ ബാരിയിലും, അതുപോലെ തന്നെ മജ്മുഉസ് സവാഇദിൽ ഇമാം ഹൈസമി തങ്ങളും, അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളും ഇബ്നു ഖുസൈമ തങ്ങളും എല്ലാവരും ഈ ഹദീസ് ഹസനാണ്, ഈ ഹദീസ് സ്വീകാര്യമാണ് എന്ന് പഠിപ്പിച്ചതായി കാണാം. ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറയുന്ന അന്നഹ ജാഅത്തി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ കാണാം. മുജാഹിദിന്റെ മതമല്ല ഇസ്ലാം മതം. മുജാഹിദിന്റെ മതം യുക്തിവാദമാണ്. അത് യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം മതം മുത്തുനബിയുടെ മതം കേട്ടോ. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, ഉമ്മു ഹുമൈദിനി സാഇദി തങ്ങൾ മഹദി നബി തങ്ങളോട് പറയുന്നു, ഇന്നി വഹിബ്ബു സ്വലാത്ത മഅക്, അങ്ങയോടൊപ്പം നിസ്കരിക്കുവാൻ ഞാൻ പ്രിയം വെക്കുന്നു നബിയെ. ഇത് 1,00,000 റക്അത്തിന്റെ കൂലി മാത്രമല്ല, ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന് കൂലിയല്ല. ഇമാമ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുദൈസിയല്ല. ഇമാമാരാ? അങ്ങനത്തെ ഇമാമ് മുമ്പും വന്നിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ വരികയുമില്ല. ഇമാമ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഅ്മൂമീങ്ങളാണെങ്കിലോ വഹാബികളല്ല, സ്വഹാബാക്കളാണ്. ആ ഒരു സ്ഥാനം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ 1,00,000 റക്അത്തിന്റെ കൂലിയുണ്ട്. ഇമാമാണെങ്കിൽ മുത്തുനബി, മഅ്മൂമീകളാണെങ്കിൽ മഹത്തുക്കളായ സ്വഹാബാക്കൾ. എന്നിട്ട് പോലും ഖാല, മുത്തുനബി പറയുന്നു, മുത്തുനബി സുന്നികളുടെ നേതാവാണ്, മുജാഹിദിന്റെ നേതാവല്ല, വഹാബികളുടെ നേതാവല്ല, ഞങ്ങളുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 1,00,000 മുടക്കുന്ന കാര്യം മുത്തുനബി പറഞ്ഞില്ല, 2 കോടിയുടെ കാര്യം പറഞ്ഞില്ല, ദൂരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. മുത്തുനബി യുക്തിവാദിയല്ല, മുത്തുനബി മുസ്ലിമീങ്ങളുടെ നേതാവാണ്. قال قد علمت أنك تحبين الصلاة معي وصلاتك في بيتك خير لك من صلاتك في حجرتك وصلاتك في حجرتك خير من صلاتك في دارك وصلاتك في دارك خير لك من صلاتك في مسجد قومك وصلاتك في مسجد قومك خير لك من صلاتك في مسجدي. ചുരുക്കി പറഞ്ഞാൽ, മോളെ, നീ നിന്റെ വീടിൻ്റെ ഉള്ളിൽ
ഇരുളുള്ള വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് മദീനയിലും മക്കയിലും പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം, ഞാൻ ഇമാമായി നിസ്കരിക്കുന്ന ജമാഅത്തിനേക്കാൾ ഉത്തമം, മഹത്തുക്കളായ സ്വഹാബാക്കൾ മഅ്മൂമീങ്ങളായി നിസ്കരിക്കുന്ന ജമാഅത്തിനേക്കാൾ ഉത്തമമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദര, അത് റസൂലുള്ളാഹിക്കെതിൽ സിന്ദാബാദ് വിളിക്കും. ഇതെന്താ ഇങ്ങനെ പറഞ്ഞു? എങ്ങനെ മുത്തുനബി ഇങ്ങനെ പറഞ്ഞു? മുത്തുനബി, നിങ്ങൾക്ക് മതമ, നിങ്ങൾ ഏത് സോഴ്സാണ് കണ്ടെത്തിയത്? നിങ്ങളെ സോഴ്സ് യുക്തിവാദമാണോ? ഇതാണ് മഹദിയോട് പറഞ്ഞത്. എൻ്റെ 1,00,000 റക്അത്തിന്റെ കൂലി നിങ്ങൾ 1,00,000 എണ്ണമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അത് മുത്തുനബിക്ക് അറിയില്ലേ? മുത്തുനബി പറഞ്ഞൂടെ, എന്നാ വാ മോളെ, ഞാൻ ഇമാമാണ്, സ്വഹാബാക്കൾ മഅ്മൂമീങ്ങളാണ്, 1,00,000 റക്അത്തിന്റെ കൂലിയുണ്ട്, വാ വന്ന് നിസ്കരിക്ക് എന്നല്ല പറഞ്ഞത്. വീടിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കണം. ഇത് കേട്ടപ്പോ വഹാബിച്ചിയല്ല പെണ്ണ് കടുത്ത സുന്നിയ. അപ്പൊ അതുകൊണ്ട് ഖാല ഫഅമറത്, വീടിൻ്റെ ഉള്ളിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കൽപ്പിച്ചു. ഫബുനിയ ലഹാ മസ്ജിദുൻ ഫി അഖ്സാ ശൈഇൻ മിൻ ബൈതിഹാ വഅദ്ലമിഹി, വീടിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇരുളുള്ള ഭാഗത്ത്, ആരും കാണാത്ത ഒരു സ്ഥലത്ത്, വീട് മാത്രം, വീടിൻ്റെ ഉള്ളിൽ ഒരു പള്ളി നിർമ്മിക്കുവാൻ സ്വഹാബി വനിതയായ ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹാ കൽപ്പിച്ചു. ഫകാനത് തുസല്ലി ഫീഹി ഹത്താ ലഖിയത്തില്ലാഹ അസ്സ വജല്ല, മരണം വരെ ആ മഹദി അവിടെ വെച്ചിട്ടാണ് നിസ്കരിച്ചിരുന്നത്. ഇതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ വനിതകളോട്, സ്ത്രീകളോട് വഹാബി മതത്തിൽ പെട്ടുപോകണ്ട. ഇത് സ്വഹീഹ് ഇബ്നു ഖുസൈമയിൽ കാണാം ഈ ഹദീസ്. ഇത് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ മുസ്നദിൽ കാണാം. ഇമാം ഹൈസമിയുടെ മജ്മുഉ സവാഇദിൽ കാണാം. ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്നാദുഹു ഹസൻ, ഇസ്നാദുഹു ഖവി, ഹദീസുൻ ഖവി എന്നൊക്കെ രേഖപ്പെടുത്തിയതുമായി കാണാം. അതുകൊണ്ട് വഹാബികളുടെ സോഴ്സ് യുക്തിവാദമാണ്. നബി തങ്ങൾ പറയുന്നു, നബി തങ്ങളെ പോലത്തെ ഒരു ഇമാമിനെ ഖിയാമത്ത് നാൾ വരെ കിട്ടുമോ? സ്വഹാബാക്കളെ പോലുള്ള മഅ്മൂമീങ്ങളെ ഖിയാമത്ത് നാൾ വരെ കിട്ടുമോ? അതോടുകൂടി ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം, 10,000 പ്രതിഫലം. എന്നിട്ടും മഹദികളായ സ്വഹാബാക്കളോട്, സ്വഹാബി വനിതകളോട് മുത്തുനബി പറഞ്ഞത് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. ഈ ലൈവിട്ട മൗലവിയാണെങ്കിലോ വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന ഭാഗം കട്ടുവായിക്കുകയും ചെയ്തു. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് സുദീർഘമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു വീഡിയോ പിന്നിൽ ഞാൻ ഇടുന്നുണ്ട്. അല്ലാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.